ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ അലീനെ കാണാൻ വേണ്ടി വീണ്ടും കുളത്തൂപ്പുഴയിലേക്ക് എത്തുന്ന ഒരു എപ്പിസോഡിൻ്റെ കഥയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ബാലചന്ദ്രൻ മേനോൻ അലീനയോടൊപ്പം അവളുടെ മുറിയിലായിരുന്നു. സ്റ്റാൻലിയെ കണ്ടതും ബാലചന്ദ്രൻ മേനോൻ എഴുന്നേറ്റ് വലിയ സന്തോഷത്തിൽ അടുത്തേക്ക് ചെന്ന് കൈനീട്ടി. ഹലോ മിസ്റ്റർ സ്റ്റാൻലി. ഹലോ, ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി ഹസ്തദാനം നൽകി. അച്ഛനെ കണ്ടിട്ട് പപ്പയുടെ മുഖത്ത് സന്തോഷമൊന്നുമില്ലെന്നുള്ളത് അലീന ശ്രദ്ധിച്ചു. ഊണ് കഴിച്ചില്ലല്ലോ ബാലചന്ദ്രൻ മേനോൻ, നമുക്ക് ഒന്നിച്ചിരുന്ന് കഴിക്കാം. സ്റ്റാൻലി അയാളെ ക്ഷണിച്ചു. അലീന പോയി എല്ലാവർക്കും ഊണ് വിളമ്പി. ഇന്നു കറികളൊക്കെ കുറവാണ്. ഞങ്ങളൊരു യാത്ര കഴിഞ്ഞു വന്നതല്ലേയുള്ളൂ. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ ഇതെല്ലാം. അച്ഛൻ ഇന്ന് വരുമെന്ന് ഫോൺ ചെയ്തു പറഞ്ഞിരുന്നെങ്കിൽ അലീന പൂർത്തിയാക്കാതെ നിർത്തി. സദ്യ ഉണ്ണാനല്ലല്ലോ ഞാൻ വന്നത്. നിന്നെ ഒന്ന് കാണുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും ദൂരം വന്നത്. അച്ഛൻ ഇവിടെ കൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് പോയിട്ട് പിന്നീട് തിരിഞ്ഞു പോലും നോക്കിയില്ലെന്ന് നിനക്ക് തോന്നാൻ പാടില്ല. സ്റ്റാൻലി ഒന്നും മിണ്ടാതെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ബാലചന്ദ്ര മേനോൻ അയാളോട് സംസാരിക്കാൻ ഭാവിച്ചപ്പോൾ ഊണ് കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തി. ഭക്ഷണത്തിന് ശേഷം സ്റ്റാൻലി ബാലചന്ദ്ര മേനോനെ തൻ്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇരിക്കാൻ പറഞ്ഞിട്ട് അയാൾ സിഗരറ്റ് പാക്കറ്റ് മേനോന് നേർക്ക് നീട്ടി. ഐ ഹാവ് എ സിഗരറ്റ്? നോ താങ്ക്സ്, ഞാൻ പുകവലിക്കുമായിരുന്നു. അലീന നിരോധിച്ചു കളഞ്ഞു. ഇന്ത്യയിലെ സ്ത്രീകൾക്ക് പുകവലിക്കുന്നവരെയും മദ്യപിക്കുന്നവരെയും കണ്ടുകൂടാ. അവരത് ഉപയോഗിക്കാറില്ല എന്നത് മാത്രമാണ് അതിന് കാരണം. അത് ആരോഗ്യത്തിനും കേടുവരുത്തുമല്ലോ, ബാലചന്ദ്ര മേനോൻ പറഞ്ഞു. അതിനേക്കാൾ കേടുവരുത്തുന്ന എന്തെല്ലാം നമ്മൾ കഴിക്കുന്നു. വിഷാംശം കലർന്ന പച്ചക്കറികളും പഴങ്ങളും, കേടുവരാതിരിക്കാൻ രാസപദാർത്ഥങ്ങൾ ചേർത്ത മത്സ്യവും മാംസവും. ഏതെങ്കിലും ടൗണിൽ അരമണിക്കൂർ നിന്നാൽ മതി കാർബൺ മോണോക്സൈഡ് കൊണ്ട് ശ്വാസകോശം നിറയാൻ. ഇതിൻ്റെ എല്ലാം പുറമെ സിഗരറ്റ് പുകയും കൂടി വേണോ എന്നാണ് അലീനയുടെ ചോദ്യം. ഇവിടെ അവൾ ആദ്യം എൻ്റെ മുറിയിലൊന്നും കയറില്ലായിരുന്നു. വാതിലിൻ്റെ അപ്പുറത്ത് നിൽക്കുകയുള്ളൂ. സിഗരറ്റും മദ്യവുമുള്ള മുറിയെ അവൾ വിലക്കി. പക്ഷെ ഞാനതൊന്നും വകവെച്ചില്ല കേട്ടോ. നമ്മൾ വഴങ്ങി കൊടുക്കുമ്പോഴാണ് അവർ ആധിപത്യം സ്ഥാപിക്കുന്നത്. സ്റ്റാൻലി ഒരു സിഗർ എടുത്ത് ചുണ്ടത്ത് വെച്ച് ലൈറ്റർ തെളിയിച്ചു കൊളുത്തി. അലീനയ്ക്ക് ഈ വീടും ചുറ്റുപാടും എല്ലാം ഇഷ്ടമായി എന്ന് പറഞ്ഞു. ആദ്യം അവൾക്കൊരു മടിയുണ്ടായിരുന്നു ഇവിടെ താമസിക്കാൻ. ബാലചന്ദ്ര മേനോൻ പറഞ്ഞു. ഇവിടെ ഇഷ്ടമാകാതിരിക്കാൻ കാരണമൊന്നുമില്ല. അവൾക്കൊരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. ഇവിടെ അവർ വീട്ടുവേലക്കാരിയുമല്ല. സ്റ്റാൻലി ഒടുവിൽ പറഞ്ഞത് ബാലചന്ദ്ര മേനോൻ്റെ മനസ്സിൽ കൊണ്ടു. എൻ്റെ വീട്ടിൽ അവളൊരു വീട്ടുവേലക്കാരിയായിട്ട് വന്നു ചേർന്നത്. എന്നാൽ അവൾ ആരാണെന്നറിഞ്ഞ ശേഷം ഞാൻ അവളെ എൻ്റെ മോളെ പോലെയാണ് കരുതിയിട്ടുള്ളത്. എൻ്റെ കുട്ടികൾക്ക് ഇപ്പോഴും അവളെ സംബന്ധിച്ച സത്യങ്ങൾ അറിയില്ല. എന്നിട്ട് പോലും അവർ സ്വന്തം കൂടപ്പിറപ്പിനെ എന്ന പോലെയാണ് അവളെ സ്നേഹിക്കുന്നത്. നിങ്ങൾ അവൾക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ 100 ഇരട്ടി വിലയുണ്ട് ഞാൻ അവൾക്ക് കൊടുക്കുന്ന വാത്സല്യത്തിന്. അതിനേക്കാൾ വിലയുണ്ട് എൻ്റെ മക്കൾ അവൾക്ക് നൽകുന്ന ബഹുമാനത്തിനും സ്നേഹത്തിനും. ഞാൻ മിസ്റ്റർ മേനോനെ ഒട്ടും കുറച്ചു കാണുന്നില്ല. നിങ്ങൾ പറഞ്ഞത്രയും ശരിയാണ്. നിങ്ങളാണ് എൻ്റെ മകളെ ഇവിടെ എത്തിച്ചു തന്നത്. നിങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും ആ കടപ്പാട് തീരുകയുമില്ല, സ്റ്റാൻലി പറഞ്ഞു. ബാലചന്ദ്ര മേനോൻ മൗനമായിരുന്നു. സ്റ്റാൻലി സിഗരറ്റിൻ്റെ ചാരം ആഷ്ട്രയിൽ തട്ടിയിട്ട് തുടർന്നു. ഞാൻ ഇനി പറയാൻ പോകുന്ന നന്ദികേടാണെന്ന് വിചാരിക്കരുത്. ഞാൻ അലീനയുടെ വിവാഹം നടത്താൻ ആലോചിക്കുകയാണ്. മിക്കവാറും 1 വർഷത്തിനകം. എന്തായാലും അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരനും അവൻ്റെ കുടുംബക്കാരും അലീനയുടെ പാസ്റ്റ് അന്വേഷിച്ച് പോവരുത്. ഒന്നും മറച്ചു വെച്ചുകൊണ്ടുള്ള വിവാഹം സാധ്യമല്ല. അതൊരു ചതിയായിട്ടേ മറ്റുള്ളവർ കണക്കാക്കൂ. വിവാഹത്തിന് മുൻപ് എനിക്കുണ്ടായിരുന്ന ഒരു അഫെയറിൽ ജനിച്ച മകളെന്ന് തുറന്നു പറഞ്ഞേ പറ്റൂ. പക്ഷെ അവളുടെ അമ്മ ആരാണെന്നോ ആ വകയിലുള്ള കുടുംബക്കാർ ആരൊക്കെയാണെന്നോ വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിൻ്റെ ആവശ്യവുമില്ലല്ലോ, ബാലചന്ദ്ര മേനോൻ ശരിവെച്ചു. പക്ഷേ സ്വാഭാവികമായും ഒരു അന്വേഷണം ഉണ്ടാകുമല്ലോ. പെൺകുട്ടിയുടെ അമ്മ ആരാണെന്ന്, ജീവിച്ചിരിപ്പുണ്ടോ, ബന്ധുക്കളുണ്ടോ എന്നെല്ലാം. അമ്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ആ വകയിൽ ബന്ധുക്കളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ എന്ന ഉത്തരത്തിന് മാത്രമേ അത്തരം ചോദ്യങ്ങളുടെ എല്ലാം വാ മൂടിക്കെട്ടാൻ കഴിയൂ. അതോടുകൂടി ആ ചാപ്റ്റർ താനേ ക്ലോസ് ആയിക്കോളും. ബാലചന്ദ്ര മേനോൻ്റെ നെറ്റി ചൊളിഞ്ഞു. സ്റ്റാൻലി എന്താണ് പറഞ്ഞുകൊണ്ടുവരുന്നതെന്ന് അയാൾക്ക് ശരിക്കും മനസ്സിലായില്ല. അമ്മ മരിച്ചുപോയി, കുടുംബക്കാരെ അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ മാത്രം പോരല്ലോ. സാഹചര്യങ്ങൾ കൂടി അതിനൊത്തിണങ്ങിയിരിക്കണം. ഉദാഹരണത്തിന്, അതിനുശേഷം മിസ്റ്റർ ബാലചന്ദ്ര മേനോനെ കുറച്ചു ദിവസം മുൻപ് ഇവിടെ വന്നുപോയ മനുശങ്കർ എന്ന പയ്യനെയോ ഇവിടെ വെച്ച് കാണാനിടയായി എന്നിരിക്കട്ടെ. ഇതാരാണെന്ന് അലീനയുടെ ഹസ്ബൻഡോ മറ്റും ചോദിച്ചാൽ നമ്മൾ എന്ത് മറുപടി പറയും? ഒന്നുകിൽ കള്ളം പറയണം, അല്ലെങ്കിൽ സത്യം പറയണം. രണ്ടൊന്നും നന്നല്ല. ഇപ്പോൾ ബാലചന്ദ്ര മേനോന് മനസ്സിലായി. ഈ റിട്ടയേർഡ് കേണൽ കേവലം നിലത്തോക്കല്ല, നെഞ്ചിനു നേർക്ക് ഉന്നം വെച്ചിരിക്കുന്നത് ഒരു പീരങ്കി തന്നെയാണ്. ബാലചന്ദ്ര മേനോൻ്റെ ചുണ്ടുകളിൽ നിന്ദാർക്കമായ ഒരു ചെറുചിരി പടർന്നു. ഞങ്ങളാരും അലീനയെ കാണാൻ ഇനി ഇവിടെ വരാൻ പാടില്ല എന്നാണല്ലേ? അത് ആ അർത്ഥത്തിൽ എടുക്കണ്ട മിസ്റ്റർ മേനോൻ. നിങ്ങളുമായുള്ള സമ്പർക്കം അവൾക്ക് ദോഷകരമായിട്ടേ ഭവിക്കുന്നതെങ്കിൽ അത് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അവളുടെ നല്ല ഭാവിയെ ആലോചിച്ച് നിങ്ങൾക്ക് അങ്ങനെയൊന്ന് ചിന്തിച്ചു നോക്കാമല്ലോ.
എനിക്ക് മനസ്സിലായി. വിശദീകരിക്കണ്ട. വിശദീകരണം പാലായിൽ നിന്ന് ആളുകൾ വന്നു പോകുന്നത് മറ്റുള്ളവരിൽ സംശയം ജനിപ്പിക്കും. നിങ്ങളുടെ മക്കളും ബന്ധുക്കളുമെല്ലാം അലീനയെ ഫോണിലും വിളിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അവൾക്ക് ഗുണമൊന്നുമില്ല താനും. അവളുടെ നല്ല ഭാവിയെക്കുറിച്ചുള്ള കരുതലുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കണം. അലീന അങ്ങനെ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ? അവൾക്ക് എന്തറിയാം? 24 വയസ്സല്ലേയുള്ളൂ. അവൾക്ക് എല്ലാവരെയും സ്നേഹിക്കണം. സ്നേഹം കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹം അവൾക്ക് വേണം. അതവളുടെ മനസ്സിന്റെ ഭക്ഷണമാണ്. ബാലചന്ദ്രമേനോൻ പറഞ്ഞു. ആയിരിക്കും. പക്ഷേ ഇഷ്ടമുള്ളിടത്തെല്ലാം മീഞ്ഞു നടന്ന് അകത്താക്കേണ്ട ഭക്ഷണമല്ല സ്നേഹം. കയർ കയറിനറ്റത്ത് പിടിച്ചുകൊണ്ട് നടന്ന് മേയ്ക്കേണ്ട പ്രായമുണ്ട്. അതാതു കാലങ്ങളിൽ ഓരോരോ നിയന്ത്രണങ്ങൾ വേണ്ടിവരും. അലീനയുടെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ചിട്ടുണ്ടോ അവളെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത്? അലീനയുടെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിച്ചിട്ടാണോ അവളെ വിവാഹം കഴിപ്പിക്കാൻ പോകുന്നത്? ബാലചന്ദ്രമേനോന്റെ ചോദ്യത്തിൽ എതിർപ്പിന്റെ മുനയുണ്ടായിരുന്നു. അവളുടെ ഇഷ്ടം കൂടി നോക്കും. പക്ഷെ അവൾ എന്താഗ്രഹിച്ചാലും അത് സാധിച്ചു കൊടുക്കുന്ന ഒരപ്പനല്ല ഞാൻ. എന്നുവെച്ച് നിർബന്ധപൂർവവും ഒന്നും അടിച്ചേൽപ്പിക്കുകയുമില്ല. നാട്ടാചാരം എന്താണെന്ന് അവൾക്കും ബോധ്യപ്പെടുത്തി കൊടുക്കും. അവളെ കൊണ്ടുകൂടി അംഗീകരിപ്പിക്കാൻ കഴിയുന്ന വിവാഹാലോചനയും ഞാൻ നടത്തും. താങ്കൾക്ക് അല്പം മുൻപ് പറഞ്ഞ മനുശങ്കർ എന്ന ചെറുപ്പക്കാരനും അലീനയും തമ്മിൽ ഇഷ്ടമാണെന്നറിയാമോ? ബാലചന്ദ്രമേനോന്റെ വാക്കുകളിൽ ഒരു വെല്ലുവിളി ഒളിഞ്ഞിരുന്നു. അതൊക്കെ ഉണ്ടാകാം. ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്പരം ആകൃഷ്ടരാകാറുണ്ട്. അതങ്ങനെ തന്നെ വേണം. അങ്ങനെയാണ് പ്രകൃതി നിയമം. വിവാഹിതരായി ഒന്നിച്ച് ജീവിക്കണമെന്ന് അവരുടെ ആഗ്രഹം. ബാലചന്ദ്രമേനോൻ പറഞ്ഞു. നോക്ക് മിസ്റ്റർ മേനോൻ, പരസ്പരം സ്നേഹിക്കുന്നവരെല്ലാം ഒന്നിച്ച് ജീവിക്കുന്നില്ല. ഒന്നിച്ച് ജീവിക്കുന്നവരെല്ലാം പരസ്പരം സ്നേഹിക്കുന്നുമില്ല. ബാലചന്ദ്രമേനോൻ മുഷിഞ്ഞു. തർക്കത്തിനല്ല ഞാൻ. മനുവിനും അലീനയ്ക്കും തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം നടത്തിക്കൊടുക്കാമെന്ന് ഞാൻ അവന് വാക്ക് കൊടുത്തിട്ടുണ്ട്. പാലാ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിൽ കുടുംബവുമായി ഇനി യാതൊരുവിധ ബന്ധുതയ്ക്കും ഞാൻ തയ്യാറല്ല മിസ്റ്റർ മേനോൻ. ഞാനത് സമ്മതിക്കുകയുമില്ല. സ്റ്റാൻലിയുടെ സ്വരത്തിൽ മാറ്റം വന്നു. ഞാനാണ് അലീനയെ ഇവിടെ എത്തിച്ചു തന്നത് എന്ന കാര്യം മറക്കരുത്, ബാലചന്ദ്രമേനോൻ ഓർമ്മിപ്പിച്ചു. എൻ്റെ മകളെയാണ് നിങ്ങൾ എനിക്ക് എത്തിച്ചു തന്നതെന്ന കാര്യം നിങ്ങളും മറക്കില്ലല്ലോ? സ്റ്റാൻലിയുടെ മുഖഭാവം കർക്കശമായി. നിങ്ങളുടെ മാത്രമല്ല, എൻ്റെ ഭാര്യയുടെയും കൂടി മകളാണ് അലീന. അവളുടെ അമ്മ മരിച്ചുപോയിട്ടില്ല. ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ട്, ബാലചന്ദ്രമേനോൻ മുന്നറിയിപ്പെന്നോണം പറഞ്ഞു. വാതിലിനരങ്ങിയ ശബ്ദം കേട്ട് രണ്ടുപേരും പെട്ടെന്ന് തലതിരിച്ചു നോക്കി. വാതിൽ തുറന്നു പിടിച്ചുകൊണ്ട് അലീന നിൽക്കുന്നുണ്ട്. അവൾ അകത്തേക്ക് കടന്നു വന്നു. സംശയത്തോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. രണ്ടുപേരുടെയും മുഖം മുറുകിയിരിക്കുന്നു. എന്തുപറ്റി? എന്താ രണ്ടുപേരും വളരെ സീരിയസ് ആയിട്ടിരിക്കുന്നത്? അലീന ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ ചെറിയൊരു തർക്കം, ബാലചന്ദ്രമേനോൻ പറഞ്ഞു. എന്തിന്? മിസ്റ്റർ സ്റ്റാൻലി നിനക്ക് വിവാഹം ആലോചിക്കാൻ പോവാണത്രേ. ഞാൻ പറഞ്ഞു മനുശങ്കറും നീയും തമ്മിലുള്ള കല്യാണം നടത്തുന്നതാണ് ഉചിതമെന്ന്. അവൻ്റെ നിന്റെ അടുത്തുള്ള സ്നേഹം നിനക്കറിയാമല്ലോ. അതുപോലെ നിനക്ക് അവനെയും ഇഷ്ടമാണെന്ന് എൻ്റെ അറിവ്. പക്ഷെ നിന്റെ പപ്പ പറയുന്നു അങ്ങനെയൊരു വിവാഹം നടക്കാനേ പാടില്ലെന്ന്. സ്റ്റാൻലി അതിന് സമ്മതിക്കില്ലെന്നാണ് വാശി. ബാലചന്ദ്രമേനോൻ തുറന്നടിച്ചു. ഇതിൽ വാശിയുടെയോ തർക്കത്തിൻ്റെയോ കാര്യമൊന്നുമില്ല. എൻ്റെ വീട്ടിൽ താമസിക്കുന്ന എൻ്റെ മകളുടെ വിവാഹക്കാര്യം തീരുമാനിക്കാനുള്ള ധാർമ്മികമായ അവകാശം അവളുടെ അപ്പനായ എനിക്കാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. സ്റ്റാൻലി തൻ്റെ നിലപാട് വ്യക്തമാക്കി. മോളെ, നീയാണ് തീരുമാനമെടുക്കേണ്ടവൾ. നീ പ്രായപൂർത്തി വന്നവളാണ്. അറിവും പക്വതയുമുള്ളവളാണ്. ആരെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും നിനക്കുണ്ട്, ബാലചന്ദ്രമേനോൻ പറഞ്ഞു. അലീന രണ്ടുപേരെയും മാറി മാറി നോക്കി. രണ്ടുപേരും തമ്മിൽ നീരസത്തിൽ സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. അലീനയുടെ മുഖത്ത് വല്ലായ്മ പടർന്നു. നീ തന്നെ തീരുമാനിച്ചു. ബാലചന്ദ്രമേനോൻ വിഷയം അലീനയ്ക്ക് വിട്ടുകൊടുത്തു. മനുവിനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും നീ അത് പറയണം. നിന്നെ മാത്രം മനസ്സിൽ വച്ച് ജീവിക്കുകയാണ് അവൻ. അവനെ നീ കുരങ്ങു കളിപ്പിച്ച് വേദനിപ്പിക്കരുത്. നീ കൈവിട്ടു എന്ന് വെച്ച് അവൻ ആത്മഹത്യ ചെയ്തു കളയുമെന്നൊന്നും പേടിക്കണ്ട. കുറച്ച് വിഷമിച്ചേക്കാം, സാരമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. സ്റ്റാൻലിയുടെയും ബാലചന്ദ്രമേനോന്റെയും നോട്ടം അവളുടെ മുഖത്ത് തറഞ്ഞു. അലീന നിസ്സഹായതയോടെ രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇങ്ങനെയൊരു പ്രതിസന്ധി ഇത്ര വേഗം തന്റെ മുൻപിൽ രൂപം കൊള്ളുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അലീന ബാലചന്ദ്രമേനോന്റെയും സ്റ്റാൻലി ജോസഫിന്റെയും മധ്യത്തിലുള്ള ഒരു കസേരയിലേക്കിരുന്നു. എൻ്റെ വിവാഹക്കാര്യമാണ്. നിങ്ങൾ രണ്ടുപേരും തമ്മിലൊരു പ്രശ്നമുണ്ടാകാൻ കാരണമല്ലേ? അവർ രണ്ടുപേരെയും മാറി മാറി നോക്കി. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, സ്റ്റാൻലി പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. എൻ്റെ കല്യാണക്കാര്യമോർത്ത് പപ്പയും വിഷമിക്കേണ്ട, അച്ഛനും വിഷമിക്കേണ്ട. ആരെയും കല്യാണം കഴിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ. ഞാനൊരു തീരുമാനത്തിലെത്തിക്കൊള്ളാം. സ്റ്റാൻലിയുടെയും ബാലചന്ദ്രമേനോന്റെയും മുഖം വാടി. രണ്ടുപേരും ഇങ്ങനെയൊരു മറുപടിയല്ല പ്രതീക്ഷിച്ചത്. ആ തീരുമാനം ശരിയല്ലല്ലോ, ബാലചന്ദ്രമേനോൻ പറഞ്ഞു. അതല്ലെങ്കിൽ പിന്നെ ഒരു വഴിയേയുള്ളൂ. അച്ഛനും പപ്പയും കൂടി ചേർന്ന് ആലോചിച്ച് രണ്ടുപേർക്കും സ്വീകാര്യമായ ഒരു തീരുമാനമെടുക്കുക. നിങ്ങൾ രണ്ടുപേരും ഏകസ്വരത്തിൽ പറഞ്ഞാൽ ഞാനതനുസരിച്ചു കൊള്ളാം. സ്റ്റാൻലിയും ബാലചന്ദ്രമേനോനും ഒരു മറുപടി പറയാനില്ലാതെ വിഷമിച്ചു. ഞങ്ങളെ രണ്ടുപേരെയും നീ ഒരുപോലെയാണോ കാണുന്നത്?
അല്ല, വ്യത്യാസമുണ്ട്. ഈ അച്ഛനെയാണ് ജീവിതത്തിൽ ആദ്യമായി ഞാൻ അച്ഛാ എന്ന് വിളിച്ചത്. ഒരച്ഛൻ്റെ സ്നേഹവും എനിക്ക് ആദ്യമായി തന്നതും ഈ അച്ഛനാണ്. അതുമാത്രമല്ല, അച്ഛനല്ലേ എൻ്റെ പപ്പയെ കണ്ടുപിടിച്ച് എന്നെ ഇവിടെ എത്തിച്ചത്. അത്രയൊന്നും ഹൃദയവിശാലത ഈ ലോകത്ത് മറ്റാർക്കും ഉണ്ടാകില്ല. ഇത്തവണ സ്റ്റാൻലിക്കു ക്ഷീണമായി. തൻ്റെ മകൾക്കും ബാലചന്ദ്രമേനോട് കൂറും സ്നേഹവും കൂടുതൽ. അയാളുടെ തന്നേക്കാൾ മുൻപിൽ അവളുടെ മനസ്സിൽ രണ്ടാം സ്ഥാനമാണു തനിക്ക്. അച്ഛനെ കണ്ടെത്തിയതിനു ശേഷമാ ഞാൻ എൻ്റെ പപ്പയെ തിരിച്ചറിഞ്ഞത്, അലീന തുടർന്നു. ഞാൻ ഇവിടെ വരുന്നതിന് മുൻപ് പപ്പയുടെ സ്വഭാവം എന്തായിരുന്നെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി പപ്പ എന്തെല്ലാം വിട്ടുവീഴ്ചകൾ ചെയ്തു, അതെല്ലാം എന്നോടുള്ള സ്നേഹാധിക്യം കൊണ്ടാണ്. പപ്പയുടെ സ്വന്തം മോളല്ലേ ഞാൻ. എൻ്റെ മനസ്സിൽ പപ്പയ്ക്കുള്ള സ്ഥാനം കൈവശപ്പെടുത്താൻ ഈ ലോകത്തെ ഇനി ഒരാൾക്കും പറ്റില്ല. അത്രയും കേട്ടതോടെ സ്റ്റാൻലിയുടെ ഇച്ഛാഭംഗം പരിഭവവും മാറി. അതുകൊണ്ട് അലീന അച്ഛനെയും പപ്പയെയും മാറി മാറി നോക്കി. എനിക്കിഷ്ടമാണെങ്കിൽ മനുവേട്ടനെ കല്യാണം കഴിക്കണമെന്ന് പറയാനുള്ള അവകാശം തീർച്ചയായും അച്ഛനുണ്ട്. അച്ഛൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ അതിലൊരു തെറ്റുമില്ല. പക്ഷേ മനുവേട്ടനെ വിവാഹം കഴിക്കരുത് എന്ന് വിലക്കാനുള്ള അവകാശം പപ്പയ്ക്കുമുണ്ട്. കാരണം പപ്പയാണ് എന്നെ സംരക്ഷിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആർക്കും പരാതിയില്ലാത്ത ഈ പ്രശ്നം തീർക്കാനുള്ള വഴി ഞാൻ വിവാഹം കഴിക്കാതിരിക്കുക എന്നു മാത്രമാണ്. അതിനുള്ള അവകാശവും എനിക്കുണ്ടല്ലോ. എല്ലാവരും ചേർന്ന് എനിക്കൊരു അഗതി മന്ദിരം തുടങ്ങാനുള്ള പൈസ തന്നാൽ സന്തോഷമായി. ഞങ്ങളുടെ ബ്രിജിത മമ്മിക്ക് പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ജോലിയാണത്. കുറച്ച് അനാഥ കുഞ്ഞുങ്ങൾക്ക് നോക്കി ഇനിയുള്ള കാലം ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചോളാം, അലീന പറഞ്ഞു നിർത്തി. ഇനി രണ്ടുപേരും തമ്മിലുള്ള നീരസം മാറിയല്ലോ. എനിക്ക് മിസ്റ്റർ മേനോനുമായി ഒരു നീരസവുമില്ല. ഞാൻ വസ്തുതകളാണ് പറഞ്ഞത്. മേനോൻ അത് ഇഷ്ടപ്പെടാത്തത് എൻ്റെ കുറ്റമല്ല. അലീന, സ്റ്റാൻലി പറയുന്നു പാലായിൽ നിന്ന് നിന്നെ കാണാൻ ആരും ഇവിടെ വരരുതെന്ന്. തെളിച്ചു പറഞ്ഞില്ലെങ്കിലും ധ്വനി അതുതന്നെയായിരുന്നു. അതാണോ വസ്തുത? അതൊരു നിബന്ധനയല്ലേ? ബാലചന്ദ്രമേനോൻ പറഞ്ഞു. നേരാണോ പപ്പ? അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞതു തന്നെയാണ്. അവിടുന്ന് ആരും ഇങ്ങോട്ട് വരുന്നത് എനിക്കത്ര താല്പര്യമുള്ള കാര്യമല്ല, സ്റ്റാൻലി വെളിപ്പെടുത്തി. പപ്പ അങ്ങനെ പറഞ്ഞെങ്കിൽ ആരും ഇങ്ങോട്ട് വരണ്ട, അലീന പറഞ്ഞു. പപ്പയുടെ വീടല്ലേ ഇത്. ഇവിടെ ആരൊക്കെ വരണം വരണ്ട എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം പപ്പയ്ക്കുണ്ട്. ബാലചന്ദ്രമേനോൻ തെല്ലൊന്നമ്പരന്നു. ഞാൻ കൂടെ പാലായിൽ വന്ന് നിങ്ങളെ എല്ലാവരെയും കണ്ടോളാം. അച്ഛനൊന്ന് വിളിച്ചാൽ മതി, ഞാൻ ഓടി വരും. അതിനുള്ള അനുവാദമൊക്കെ ഞാൻ പപ്പയോട് ചോദിച്ചു വാങ്ങിച്ചോളാം. ബാലചന്ദ്രമേനോന് തൃപ്തിയായി. നിങ്ങൾ രണ്ടുപേരെയും തമ്മിൽ ഒരു മത്സരം വേണ്ട പപ്പ. മത്സരിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ജയിക്കും, തോൽക്കുന്നത് ഞാനായിരിക്കും. അതിൻ്റെ അർത്ഥം വിശാലവും വ്യക്തവുമായിരുന്നു. സ്റ്റാലിയും ബാലചന്ദ്രമേനോനും വിഷണ്ണരായിരുന്നു. അലീനയെ അങ്ങനെ ഒരു തർക്കത്തിലേക്ക് വലിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പോലും അവർക്ക് തോന്നി. എന്നാൽ ഞാൻ വൈകാതെ മടങ്ങുകയാണ്. ബാലചന്ദ്രമേനോൻ തെല്ലു നിരാശയോടെ എഴുന്നേറ്റു. അങ്ങനെ അച്ഛൻ ഇപ്പം പോകണ്ട, ഞാൻ വിടത്തില്ല. കുറച്ചു നേരം വിശ്രമിച്ചിട്ട് ഞാൻ തരുന്ന ചായയും കുടിച്ചിട്ട് പോയാൽ മതി, അലീന പറഞ്ഞു. വൈകിട്ട് 4 മണിക്ക് ചായയും കുടിച്ച് യാത്രയും പറഞ്ഞ് ബാലചന്ദ്രമേനോൻ പോകാനിറങ്ങി. കാറിനടുത്ത് വരെ അലീനയും കൂടെ ചെന്നു. ബാലചന്ദ്രമേനോൻ കാറിൽ കയറിയിരുന്നു. അച്ഛൻ ഇനി എന്ന് വരും? കാറിലേക്ക് ചാരി നിന്ന് അവൾ ചോദിച്ചു. ഇങ്ങോട്ടാരും വരരുതെന്നല്ലേ പറഞ്ഞത്? പിന്നെ ഈ അച്ഛൻ ചിലപ്പോൾ കൊച്ചുകുട്ടികളെ പോലെയാണ്, ശാഠ്യം പിണക്കോ. അല്ല, സ്റ്റാൻലിക്ക് അതൃപ്തിയാണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ? ഞാനില്ലേ അച്ഛാ ഇവിടെ. അച്ഛൻ സ്റ്റാൻലിയെ കാണാനാണോ വരുന്നത്? എന്നെ കാണാനല്ലേ. എൻ്റെ മനസ്സിലല്ലേ അച്ഛന് വലിയ സ്ഥാനമുള്ളത്. അത് മായ്ച്ചു കളയാൻ ആർക്ക് കഴിയും? അച്ഛനൊരു അപമാനവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം, പോരെ? ഗർവിൻ്റെയും മിഥ്യാഭിമാനത്തിൻ്റെയും പ്രതിരോധം ആ വാക്കുകൾക്ക് മുന്നിൽ തകർന്നു വീണു. ഞാൻ വരും. ബാലചന്ദ്രമേനോൻ കീഴടങ്ങി. അലീന പുഞ്ചിരി തൂകി. പോട്ടെ. അയാൾ കാർ ഓടിച്ചു നീങ്ങുന്നതും നോക്കി അലീന അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്